വീണ്ടും ആയിട്ടുണ്ട്. അകത്ത് പോകും. കറവകളൊക്കെ അതൊന്നും ഒരു പ്രശ്നമല്ല. എടി കടലമ്മേ, ഇവിടം വരെ വാ, ഒന്ന് കാണട്ടെ നിന്നെ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടൂടെ? ബാ 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 ബാ, ഓടി വായോ. ഈ നനഞ്ഞു കിടക്കുന്ന ഇതുവരെ വാ, വന്ന് വേഗം വാ. കൊതി കൊണ്ടല്ലേ പറയുന്നത്, ഇത്രയും പവർ എന്തിനാ? അങ്ങനൊന്നുമില്ല. എന്തിനാണ് ഇത്രയും പോസ് കാണിക്കുന്നത്? കാണാനായിട്ട് വന്നതല്ലേ, കാണിച്ചു തന്നൂടെ? ഇതുവരെ ഈ നനഞ്ഞു കിടക്കുന്നത് വരെ വാ. കടൽ സത്യമുള്ളതെന്നാണ് പറയുന്നത്, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. എനിക്കിങ്ങോട്ട് പോര്, കാണാനാണ്, കൊതി കൊണ്ടാണ്, ആഗ്രഹം കൊണ്ട് പറയുന്നതാണ് കടലമ്മ. പോര് 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 പോര്, പോരട്ടെ. ഇതുവരെ വരാവും, ഇങ്ങോട്ട് വരരുത്, എന്നെ നനയ്ക്കരുത്. വന്നേരെ, ഞാനിതിങ്ങനെ വീഡിയോ എടുക്കാനായിട്ടിരിക്കുകയാണ്. കയറി വാടി പെണ്ണേ, ഇങ്ങോട്ട് കയറി വാടി വേണേ. കണ്ടില്ലേ കണ്ടില്ലേ, വിളിക്കുമ്പോൾ വരുന്നുണ്ട് കേട്ടോ. സത്യമുള്ളതാ കടൽ, സത്യം. കടൽ സത്യമാണെന്നുള്ള കാര്യത്തിലേ ഒരു തർക്കവും വേണ്ട. കുറച്ചിങ്ങോട്ട് മുന്നോട്ട് കയറി വന്നത് കണ്ടില്ലേ, അത് പറഞ്ഞപ്പോൾ തന്നെ. വന്നേരെ 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 വന്നേരെ, ബാ 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 ബാ. നീ ഒന്ന് അടുത്ത് വന്നിട്ട് തിരിച്ച് പോവാന്ന് പറഞ്ഞ് ഞാനിവിടെ നിൽക്കുന്നു. അപ്പോൾ വലിയ ജാട കാണിക്കുന്നു, ജാടക്കാരി. അടിപൊളി 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 അടിപൊളി. ഈ കടലമ്മ പെണ്ണിനെ കാണാനായിട്ട് വന്നിട്ട് ഇതേ പ്രാവുകളൊക്കെ ഉണ്ട്, ഒത്തിരി പ്രാവുകളുണ്ട്. അടിപൊളി. വേറെ അങ്ങോട്ടൊക്കെ നടന്ന് പോയി വേണേലും വീഡിയോ എടുക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റൂല. എല്ലായിടത്തും ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥ. പിന്നെ എന്തിനാ വെറുതെ കിടന്ന് നടക്കുന്നത്? ഇവിടെ തന്നെ നിൽക്കാം. ഈ കടലമ്മ പെണ്ണിങ്ങോട്ട് വരുമെന്ന് നോക്കട്ടെ. ഞാൻ ഈ കടലമ്മ കള്ളിയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അന്നേരം ഈ എരിപരി വെയിലത്ത് വന്നിട്ട് ഒരു സ്നേഹവും ഇല്ല, ഒന്നുമില്ല. അവിടെ തന്നെ നിൽക്കുകയാണ്. അവിടെ നില്ല, കൂട്ടുകൂടൂല, മിണ്ടൂല. പോരട്ടെ പോരട്ടെ പോരട്ടെ. അവിടെ ഒന്ന് ചുഴി പോലെയാ വരുന്നത്. ഇത് കൊതിപ്പിക്കുകയല്ലെന്ന് തോന്നുന്നു കേട്ടാ, ഇത് കൊതിപ്പിക്കുകയല്ല. എനിക്ക് ഈ നനഞ്ഞെടുക്കുന്നത് വരെ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നത്. പക്ഷെ വരുന്നില്ല, ഭയങ്കര പളവ്. ഇത്രയും പളവ് കാണിക്കുന്നത് എന്തിനാണ്? ഇത്ര ഇല്ല, ഞാൻ അങ്ങ് പോണില്ല, ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഈ കള്ളി ഇങ്ങോട്ട് വരുമെന്ന് നോക്കട്ടെ. അമ്മ പറയുവാണ് അവിടെ പെൺകുട്ടികൾ നിൽക്കുന്നു, അങ്ങോട്ടേക്ക് ചെല്ല് എന്ന്. പക്ഷെ അങ്ങോട്ട് പോയാലേ അവിടെ ഒരുപാട് മുകളിലോട്ട് കയറ് വെച്ച് കെട്ടിയിരിക്കുകയല്ലേ. കയറിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് ആ പിള്ളേരവിടെ പോയി നിൽക്കുന്നത്? അത് അവർ കണ്ടാലുണ്ടല്ലോ, അവർ വഴക്ക് പറയാം. ആ ഭാഗത്തൊരു ചുഴി പോലെയാണ് വരുന്നത്, കണ്ടോ? അങ്ങോട്ട് നമുക്ക് പിന്നെ പോവാം, നമ്മൾ തൽക്കാലം ഇവിടെ നിൽക്കാം. നിങ്ങൾ ഇവിടം വരെ വരികയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും. വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ദേ ഇപ്പം പോവും. വരൂ, വരും. കടൽ സത്യമുള്ളതാണോ? എങ്കിൽ ദേ ഈ നനഞ്ഞെടുക്കുന്നത് വരെ വാ, വായോ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? വന്നു കേട്ടോ, കുറേ അടുത്ത് വരെ വന്നു.
നിന്ന് എത്ര പറഞ്ഞിട്ട് ഇവർ മൈൻഡ് ചെയ്യുന്നില്ല, സ്നേഹമില്ല. ആ വാവ്, എൻ്റെ കടലമ്മ ഇങ്ങ് വന്ന്, എൻ്റെ ആഗ്രഹം പോലെ തന്നെ വന്നു. സത്യം നിങ്ങൾ കണ്ടില്ലേ ഗായ്സ്, ദേ ഇങ്ങ് കയറി വന്നു. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ പറഞ്ഞതേ ഉള്ളു സ്നേഹം ഉണ്ടെങ്കിൽ വാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ദേ ഈ തൊട്ടടുത്ത് ആ നനഞ്ഞു കിടക്കുന്ന സ്ഥലം വരെ വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനും മേലോട്ട് വന്നു. വളരെ സത്യമുള്ളത് തന്നെയാണ് കടൽ. ഒരിക്കലും യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ് കടലെന്ന് പറഞ്ഞാൽ. കടലോളം സത്യമുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ അത്രത്തോളം സത്യമുള്ളതാണ് കടൽ. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടത്. നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ആ ഒരു ഉദാഹരണം. കയറി വന്ന വരവ് കണ്ടില്ലേ? ഇത്രയും നേരം ഇങ്ങ് മുകളിൽ വരെ വരാണ്ട് അങ്ങ് താഴെ കിടന്ന് കളിച്ചുകൊണ്ടിരുന്നതാണ്. എടി കടലമ്മ, ഒരു വട്ടവും കൂടെ ഇതുപോലെ വരുമോ? ഒരൊറ്റ വട്ടവും കൂടെ വരാൻ പറ്റുമോ? ബാടി മോളെ. വാ വാ, ഒരൊറ്റ വട്ടവും കൂടെ വാ പ്ലീസ്. ഒന്ന് കാണട്ടെ, ലോകര് കാണട്ടെ നിന്റെ സത്യസന്ധത. ലോകര് കാണട്ടെ. വാടി മോളെ. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ കടലിനെ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല. അത്രയ്ക്ക് സ്നേഹം തോന്നും കടല്. ആന, കടല്, പ്രേം നസീർ, ഈ മൂന്നെണ്ണത്തിനെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മതിയാവേ ഇല്ല. അടിപൊളി 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 അടിപൊളി. ഇങ്ങോട്ട് പോര്. ആ വെള്ളപ്പതയെന്ന് കാണട്ടെ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ വെള്ളപ്പത. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ എങ്ങനെ നമുക്ക് പോകാനുള്ള സമയമായില്ലായിരുന്നു. കുറേ സമയം, അതായത് നമ്മളൊരു ഡോക്ടറെ കാണാനായിട്ട് വന്നതാണ്. അപ്പോഴത്തേക്ക് ഒരുപാട് സമയം, വൈകിട്ട് 5 മണി വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ ഇത്രയും മണിക്കൂർ എങ്ങനെ ചിലവഴിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് പോകുമ്പോഴാണ് നമ്മൾ ഈ ബീച്ച് കണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി. അതാണ് വാസ്തവം. ഭയങ്കര രസമുണ്ട് ഇവിടെ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പർ. എൻ്റെ പിറവൊന്ന് നനച്ച് തരുമോ? നോക്കിയാണെങ്കിൽ പെണ്ണുങ്ങൾ പോയി നിൽക്കുന്ന ഒരു പേടിയില്ലാതെ. അയാൾ എത്ര വട്ടം വന്ന് വഴക്ക് പറഞ്ഞിട്ട് പോയതാണെന്ന് നോക്ക്. എന്നിട്ട് പെണ്ണുങ്ങൾ പോയി നിൽക്കുന്ന നോക്കി. എൻ്റെ കാലൊന്ന് നനച്ച് തരുമോ? ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്. വരും, വേണമെങ്കിൽ വരും മമ്മി, വരും. ബെറ്റ് വെക്കുന്നുണ്ടാ? ബെറ്റ് ദേ ഇവിടെ ബെറ്റ് വെച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കാലൊന്ന് നനച്ച് തരുമോ? ഈ അമ്മച്ചി പറയുന്നത് ഇങ്ങോട്ട് വരൂലെന്ന്. ഞാൻ പറഞ്ഞ് വന്ന് കാല് നനച്ച് തരുന്നു. ഏതായിരിക്കും സത്യം? വരുമോ? എന്തായാലും കയറ് കെട്ടിയിരിക്കുന്നതിന് അപ്പുറത്തോട്ട് ഞാൻ പോവില്ല. വളരെ കൊതിയോടുകൂടി ഇവിടെ ഒരാളിങ്ങനെ നിൽക്കുകയാണ് ഈ കൊട്ട വെയിൽ. കയറൊക്കെ വലിച്ചു കെട്ടി നമ്മളെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ബീച്ചിൽ നാളെയും വരാൻ പറ്റും, എന്ന് വേണേലും വരാൻ പറ്റും. മനുഷ്യൻ്റെ കാര്യമാണ്. പക്ഷെ മനുഷ്യൻ ജീവിച്ചിരുന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി മര്യാദയ്ക്കൊക്കെ മാറി നിൽക്കുവാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സുരക്ഷിതത്വത്തിന് നല്ല. ഇത്തിരി വന്ന് കാല് നനച്ച് താടി പെണ്ണേ, എപ്പോഴേ വിളിക്കുന്നു കിടന്ന്. ഇച്ചിരി കൊതിയാവുന്നു. അങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാമല്ലോ.